പ്രചാരണ സമാപന ദിവസം വാക്പോരുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും. രേവന്ത് റെഡ്ഡി പിണറായി വിജയന് ഒരു കത്തയച്ചിരുന്നു. അതിൽ ആ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അയച്ച കത്തിൽ പോ മോനെ വിജയ എന്ന പരാമർശം കൂടി ഉണ്ടായിരുന്നു. അതിന് പിണറായി വിജയൻ ഇപ്പോൾ മറുപടി കത്ത് നൽകിയിരിക്കുകയാണ്. ആ കത്ത് ഇങ്ങനെയാണ്: രേവന്ത് റെഡ്ഡിയുടെ നീ പോ മോനെ വിജയ എന്ന പരാമർശത്തിൽ പോകും മുന്നോട്ട് തന്നെ എന്ന് പിണറായി വിജയൻ മറുപടി കൊടുത്തിരിക്കുന്നു. നവകേരള സൃഷ്ടിയിലൂടെ എല്ലാവർക്കും മാതൃക കാട്ടി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് കത്തിലെ മറുപടി. AK സ്റ്റെഫൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫൻ, ഇവിടെയല്ല തുടക്കം, തെലങ്കാനയിലേക്ക് വരൂ, അവിടെയുള്ള വികസനങ്ങൾ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും പഠിക്കാനില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ്. ഇനി നിമിഷങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രം ജനവിധി എഴുതാൻ ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനെയൊരു വിവാദം വരുന്നത്. ഏതായാലും LDF-നും UDF-നും അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഒരുപാട് വിവാദ പരാമർശങ്ങൾ, ഒപ്പം തന്നെ വിവാദങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടു. അതിൽ പ്രധാനമായും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ പൊതുവേദിയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞ ഒരു ഡയലോഗ്, അതെല്ലാം തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു, എതിർക്കപ്പെട്ടു. ഇപ്പോൾ ഒടുവിൽ കലാശക്കൊട്ടിന്റെ ആ ദിവസം യഥാർത്ഥത്തിൽ കലാശക്കൊട്ട് നടത്തിയത് മുഖ്യമന്ത്രിയും തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയുമാണെന്ന് പറയാം. ഈ കഴിഞ്ഞ വേദികളിലെല്ലാം തന്നെ രേവന്ത് റെഡ്ഡി അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പോ മോനെ വിജയ എന്ന് പറഞ്ഞ ആ ഡയലോഗ് വീണ്ടും ഈ പത്തനാപുരത്ത് അടക്കം ആവർത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രചാരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മറുപടി അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. പോകും, മുന്നോട്ട് തന്നെ പോകും, നവകേരള സൃഷ്ടിയിലൂടെ എല്ലാവർക്കും മാതൃക കാട്ടി മുന്നോട്ട് തന്നെ പോകുമെന്ന രാഷ്ട്രീയ മറുപടിയാണ് ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി നൽകുന്നത്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഏതായാലും നേരിട്ടുള്ള സംവാദത്തിനോ മറുപടിക്കോ ഒന്നുമല്ല മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറാകുന്നത്. ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിൽ കൃത്യമായ മറുപടി നൽകിയിരുന്നു. അതൊന്ന് കൈവിട്ടു പോയി എന്നുള്ളതാണ് പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അത് കോൺഗ്രസ് അത് പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും രേവന്ത് റെഡ്ഡി ഇപ്പോൾ പോ മോനെ വിജയ എന്ന് പറഞ്ഞതിൽ കൃത്യമായ മറുപടി, രാഷ്ട്രീയ മറുപടി തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അല്പസമയം മുമ്പ് രേവന്ത് റെഡ്ഡി സംസാരിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം പോ മോനെ വിജയ ആവർത്തിച്ചിരുന്നു. ബൈ ബൈ പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം മോഡിയാണ് എന്ന് പിണറായി വിജയനെ വിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ രേവന്ത് റെഡ്ഡി ബിജെപിയുടെ ഒരു പ്രതികരണം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം BJP പറയുന്നത് രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ്, അവർ തമ്മിൽ തല്ലിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താണെന്നുള്ളൊരു കൗതുകകരമായ ഒരു പ്രതികരണം BJPയുടെ ഭാഗത്ത് നിന്നുകൂടി നമ്മൾ കാണുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയവരിൽ ഏറ്റവും കൂടുതൽ വാർത്ത ഉണ്ടാക്കിയതോ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയതോ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയാണ്. കർണാടകയിലും കോൺഗ്രസ് ഭരണമാണ്. അവിടെ നിന്ന് സിദ്ധരാമയ്യ എന്തായാലും ഇങ്ങനെ ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതായി നമുക്കറിയില്ല. അതെ, ഏതായാലും പരിണതപ്രജ്ഞനായ നേതാവാണ് സിദ്ധരാമയ്യ. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും അങ്ങനെയാണ്. ഒരു പക്ഷേ 56 വയസ്സ് മാത്രം പ്രായമുള്ള രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിന്റെ തിളപ്പ് കൂടി ഉണ്ടാകാം. എന്തായാലും രണ്ട് മുഖ്യമന്ത്രിമാർ പരസ്പരം അഭിസംബോധന ചെയ്യേണ്ട വാക്കുകളല്ല ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ രണ്ട് മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചിട്ടുള്ള ഏറ്റവും മോശം അഭിസംബോധനകളായിരിക്കും ഇക്കാര്യം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.